everyone, welcome to the new video. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വ്ലോഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെനീസ് ഓഫ് ലണ്ടൻ ആണ്. അതായത് ഈ ഒരു ലണ്ടൻ ഏരിയയിൽ നമ്മുടെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി പല പല ഏരിയയിൽ നിന്നുള്ള എന്താ പറയുക കൾച്ചറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ വെനീസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയയിൽ വെനീസ് പോലെ അതേപോലെ തന്നെ കാണുന്ന കുറേ കനാൽസ് ഒക്കെ ഉള്ള ഒരു ചെറിയ ഏരിയയിലായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ബോട്ട് റൈഡിനാണ് പോകാൻ പോകുന്നത്. ബേക്കർലൂ ലൈനിലുള്ള വാർവിക് അവന്യൂ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് നമ്മൾ ഈ അടിപൊളി ലൊക്കേഷനിലേക്ക് വന്നിരിക്കുന്നത്. മെയിനായിട്ട് രണ്ട് ബോട്ടിൻ്റെ കമ്പനികളാണ് ഇവിടെ ഉള്ളത്. അതായത് നമുക്ക് നോർമൽ ജനറൽ റൈഡിന് വേണ്ടിയിട്ട് ഒന്ന് ജേസൺസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും പിന്നെ ഉള്ളത് വാട്ടർബസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നമുക്ക് രണ്ട് കമ്പനിയുടെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ്സ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഇപ്പോൾ ഒരു കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് തിരക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം അത്യാവശ്യം കറക്റ്റ് ടൈമിന് വരാൻ പറ്റുമെങ്കിൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് വരണ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ലണ്ടൻ പാസോ അല്ലെങ്കിൽ ഓയിസ്റ്റേഴ്സോ ഒന്നും ഇവിടെ എടുക്കില്ല. ക്രെഡിറ്റ് കാർഡ്സ് മാത്രമേ ഇവിടെ പേ ചെയ്യാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നെടുത്താലും ചിലപ്പോൾ നല്ല ക്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ അത്ര തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ നിങ്ങൾ വന്ന സമയത്ത് ഇവിടെ ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പം ചിലപ്പോൾ ടിക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ടൈമിന് കിട്ടിയെന്ന് വരില്ല. ഓരോ മണിക്കൂർ ഇടവിട്ടാട്ടോ ഇവിടെ ബോട്ട് റൈഡ് ഉള്ളത്. അതായത് സ്റ്റാർട്ടിങ് മോർണിംഗ് 10:30 തൊട്ട് 5:30 വരെയുള്ള ബോട്ട് സർവീസ് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് അതായത് 10:30, 11:30, 12:30 അങ്ങനെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. ബോട്ട് സർവീസ് അല്ലാതെ ഇതേ കയാക്കിങ്ങിന് വേണ്ടി കുറേ ചേട്ടന്മാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് അതായത് പ്രൈവറ്റായിട്ട് അവർ തന്നെ കൊണ്ടുവന്ന കയാക്കിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടാവും നമുക്ക് അങ്ങനത്തെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ താല്പര്യം അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ 45 മിനിറ്റ്സ് റൈഡാണ് ഇവിടെ നിന്നുള്ളത്. അതിൽ ഈ 45 മിനിറ്റ്സിൽ നമ്മൾ പോകുന്നത് കാംഡൻ മാർക്കറ്റിലേക്കാണ്. ഈ കാംഡൻ മാർക്കറ്റിൽ പോകുന്ന വഴി നമുക്ക് കുറേ അടിപൊളി കാഴ്ചകളും പിന്നെ ഈ ബോട്ട് റൈഡൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. എൻജോയ് ആൻഡ് സിറ്റ് ബാക്ക്. ബോട്ട് റൈഡ് അല്ലാണ്ട് ഇതേ കുറേ ചേട്ടന്മാരൊക്കെ കയാക്കിങ്ങിന് പോകുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് പൊതുവേ കുറച്ച് ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ച് പേടി, പ്രത്യേകിച്ച് കയാക്കിങ് കേട്ടോ. നോർമൽ ബോട്ട്സ് അത്ര ഇല്ല, പക്ഷേ എന്താണെങ്കിലും കൊള്ളാം. അവരുടെ ഷൂസിൽ അവരുടെ ഈ ബോട്ടായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അവരിട്ടിരിക്കുന്ന ആ ഷൂസ് ബോട്ടിലേക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേ ബി ഇങ്ങനെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് പോലെ എന്തെങ്കിലും ആയിരിക്കാം. ഇവിടുത്തെ ആൾക്കാർക്ക് ഈ സമ്മറും സ്പ്രിങ്ങും ഒക്കെ വരുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. അത്യാവശ്യം പൈസ സ്പെൻഡ് ചെയ്താൽ പോലും ഇവർ മാക്സിമം ഇവിടെ സമ്മർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 months 3 months ഒക്കെയാണ് ഈ ഒരു ചൂട് കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഇവർ മാക്സിമം അടിച്ചു പൊളിക്കും. ഇതേപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ബീച്ചിലും പിന്നെ മറ്റെല്ലാ സർവീസിലൊക്കെ പോയിട്ട്. ഇതേ ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് താഴ്ന്നു തുടങ്ങിയിട്ടാ. അയ്യോ, എനിക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പക്ഷെ അവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് അവർ കൂളായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇവിടെ വരുന്നവർക്ക് ഇവിടെ ചെറിയൊരു ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഫേ ഉണ്ട് കേട്ടോ. എന്താണ് അവിടെ ഫുഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സീ ഫുഡ് ടൈപ്പ് ഐറ്റംസ് ആണ് കിട്ടുക. പക്ഷേ ഇവിടുത്തെ ഒരു സീ ഫുഡ് ആണെന്നൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നമ്മുടെ നോർമൽ ഒരു ഇന്ത്യൻ സ്റ്റൈലായിരിക്കില്ല. ഹാഫ് ബോയിൽഡ് അല്ലെങ്കിൽ ഉപ്പ് കുറവ് അങ്ങനത്തെ മസാലാസ് ഉള്ള പ്രിപ്പറേഷൻ ആയിരിക്കില്ല. പക്ഷേ ഇവിടുത്തെ ബ്രിട്ടീഷ് കൈൻഡ് ഓഫ് ഫുഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒബ്വിയസ്ലി ഈ ഒരു റിവർ സൈഡും ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ടൊക്കെ എന്താണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ അത് സാരില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ബോട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം.
കുറച്ച് ഇതിൻ്റെ ടിക്കറ്റിൻ്റെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസും കൂടെ പറയാം കേട്ടോ. ഇതെന്ന് പറഞ്ഞത് ഇപ്പോൾ ആൾക്കാർ നമ്മൾ 11:30ക്കാണ്, ഏകദേശം 11 o'clock ആയി. അപ്പോൾ അവരിതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് ഒന്നും ഇല്ല, ഭയങ്കര സേഫർ സൈഡാണിത്, വലിയ ആഴമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ മറ്റേ ഓറഞ്ച് റിംഗ് ഉണ്ടല്ലോ, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ അതൊക്കെ അവർ എടുത്തെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബോട്ടിൻ്റെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 minutes ആണ്, നേരത്തെ പറഞ്ഞ പോലെ. ഏകദേശം 12 pounds ആണ് പെർ അഡൾട്ട് ഇവർ ചാർജ് ചെയ്യുന്നത്. അത് നമ്മുടെ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ആ ചാർജ് വരുന്നത്. വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 11 pounds വരുള്ളൂ. കാരണം വീക്ക് ഡേയ്സ് പൊതുവെ തിരക്ക് കുറവായിരിക്കും. വീക്ക് ഡേയ്സിൽ പൊതുവെ എല്ലാ അട്രാക്ഷൻസിലും, ലണ്ടനിലെ മിക്ക അട്രാക്ഷൻസിലും കുറച്ച് റേറ്റ് കുറവായിരിക്കും. എന്നുവെച്ചാൽ വലിയ മാസീവ് റേറ്റ് ഒന്നുമല്ല, 1 pound അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 2 pounds മാക്സിമം, അത്രയൊക്കെ കുറവായിരിക്കും. ഇത് ഒരു അരയണ്ണം നമ്മളിവിടെ നിന്ന് സംസാരിക്കണുണ്ടേ, ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കി വന്നതാണ്. ഇവിടെ വരുന്നവർ ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ബ്രെഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ, ബ്രെഡൊക്കെ കൊടുത്ത് തീർന്നു. ഇപ്പോൾ നമ്മുടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഫെയറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. 12 pounds പെർ അഡൾട്ടാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് 4 ആണോ 5 ആണോ, അത് 5 years താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ഫീ ഒന്നുമില്ല, നമുക്ക് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു 45 minutes റൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൈസ എന്താണെങ്കിലും വെർത്താണ്. പിന്നെ എന്താണെങ്കിലും ബോട്ട് റൈഡ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി അല്ലേ. എന്താണെങ്കിലും നമ്മളെപ്പോഴും ബസ്സിനോ ട്രെയിനിനോ കാറിനോ ഒക്കെയാണ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇന്ന് നല്ല കുറച്ച് ക്ലൈമറ്റ്, കുറച്ച് മഴയൊക്കെയാണ്. പിന്നെ അതെ പഴയെന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും വെയിൽ വന്നു. അങ്ങനെ ഒരു മിക്സഡ് ക്ലൈമറ്റാണ് ഇന്ന്, മഴയും വെയിലും. അപ്പോൾ രണ്ടും അതെ ലൈറ്റ് പോയി. ഇതാണ് യോക്കല മിക്ക സമയത്തെ അവസ്ഥ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. നമ്മൾ ചിലപ്പോൾ ചില ദിവസം അവർ സ്നോ ഒക്കെ പെയ്യുമെന്ന് വിൻ്ററിൽ പറഞ്ഞാലും സ്നോ പെയ്യില്ല. ചിലപ്പോൾ മഴ വരും എന്ന് പറഞ്ഞാലും ഇവിടെ നാട്ടിലെ പോലെ അങ്ങനെ ഹെവി റെയിനൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര നോർമലായിട്ടുള്ള ചെറിയ മഴത്തുള്ളിയൊക്കെ പോലെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി QR കോഡൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ കയറാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ മാസ്ക് ഇടണം കേട്ടോ. ബോർഡിങ് 5 minutes മുമ്പ് ക്ലോസ് ചെയ്യും. അപ്പോൾ 10 minutes മുമ്പെങ്കിലും ഇവിടെ എത്തണം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അകത്ത് കയറാൻ പോകണം. അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. മാക്സിമം ആൾക്കാരെ സോഷ്യൽ ഡിസ്റ്റൻസിലെങ്കിലും ഇരുത്താൻ വേണ്ടി തന്നെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടിയുടെ ഭാഗ്യം ഉള്ളതുകൊണ്ട് തന്നെ അത് മടക്കി വെക്കണം, തുറന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ നമുക്ക് എടുക്കണം. അതിന് മുമ്പ് കയറുമ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്യണം. എന്താ നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. എല്ലാ സൈഡിലും ഓപ്പൺ ആണ്. നമുക്ക് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഫുൾ തുറന്നിടാം. പക്ഷെ എങ്കിൽ പോലും ഫോർ ദി സേഫ്റ്റി പർപ്പസ് എല്ലാവരോടും മാസ്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളെല്ലാവരും മാസ്ക് ഇട്ടിട്ടായിട്ട് ഇരിക്കണേ. ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറാൻ പറഞ്ഞു. അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് 3-4 ഫാമിലീസ് ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആദ്യം നമ്മളെ വന്നതുകൊണ്ട് നമ്മളോട് ഏറ്റവും ഫ്രണ്ടിൽ വരാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റി. നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റി. 5 minutes മുമ്പ് ഫുൾ ബോർഡിങ് ക്ലോസ് ചെയ്യും. കാരണം മേ ബി അവർക്ക് എന്തെങ്കിലും വെയിറ്റ് ബാലൻസിങ്ങോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും പ്രൊസീജിയറൊക്കെ ചെയ്യാനുണ്ടാവും. ഇവിടെ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. കുഷ്യനൊന്നും അത്ര അങ്ങനെ ഭയങ്കര സീറ്റിംഗ് ഒന്നുമല്ല. പക്ഷെ ഒരു 45 minutes റൈഡ്സിന് ഇതിനൊക്കെ മതിയാവും തോന്നുന്നു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ ഇതൊക്കെ എൻജോയ് ചെയ്യണം. അവൻ്റെ ഫസ്റ്റ് ഇതിനു മുമ്പ് ബോട്ട് ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ അവൻ. പക്ഷേ ഇതായിരിക്കും അവൻ്റെ മെമ്മറിയിൽ ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഫസ്റ്റ് ബോട്ട് ട്രിപ്പ്. ഓ അപ്പം നമ്മുടെ ബോട്ട് റൈഡ് തുടങ്ങിയിരിക്കുകയാണ്. കൊള്ളാവോ? So, good morning, ladies and gents, boys and girls. Welcome on board the waterbus. You're 11:30. Just a safety announcement, guys. Please remain seated at all time. ഇപ്പം ഈ കാണുന്ന ഈ ഒരു വ്യൂ
പോവാട്ടോ. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ വെനീസ് ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. കാരണം ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ബോട്ട്സും ഈ ഒരു കനാൽ വ്യൂവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയത് ഒരു ടണലിൽ കൂടെയാണ് കേട്ടോ. ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടണലൊന്നും അല്ല, അതൊരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്ത് വരുന്ന ഒരു സംഭവം. താഴത്ത് പോകുമ്പോൾ ഒരു ടണൽ പോലെ ഒരു ഏരിയ, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ഏരിയ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു കനാലും ഇതിൻ്റെ ഏരിയയൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു കനാല് നമ്മുടെ ലൈം ഹൗസ് എന്ന് പറഞ്ഞ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ റിവർ തേംസിനെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മാസീവായിട്ടുള്ള ഈ ലണ്ടനിലെ പല ഏരിയനെയും ഈ ഒരു റോഡ് വേസ് എന്ന് പറയുന്ന പോലെ തന്നെ വാട്ടർ വേസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറൊരു അടുത്തൊരു ടണൽ പോലത്തെ ഒരു ഏരിയയിൽ കയറിയിട്ടുണ്ട്. ഇതൊന്നും വലിയ ടണൽസ് എന്നൊന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും മുകളിൽ കൂടെ ഒക്കെ ബ്രിഡ്ജ് പോകുന്നുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ താഴത്ത് കൂടെ പോകുന്ന ഒരു ഏരിയ, അത്രേ ഉള്ളൂ. ഒരുപാട് ടണൽസ് പോലെയുള്ള ഏരിയയിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ബ്രിഡ്ജിൻ്റെ താഴത്തെ ഏരിയ, അതായത് എനിക്ക് തോന്നുന്നു ട്യൂബിൻ്റെ താഴെ കൂടെയാണ് പോണതെന്ന്. കാരണം ട്രെയിൻ പോണ സൗണ്ട് കേൾക്കായിരുന്നു. രണ്ട് സൈഡും നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ബിൽഡിങ്സ് ഇതൊക്കെ വരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ കാംഡൻ മാർക്കറ്റിൻ്റെ ഏരിയയിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ത്രൂ ഔട്ട് നമുക്ക് വാക്ക് വേ കാണാം. ഈ വാക്ക് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് വാക്ക് വേ ആണ്. കാരണം വലിയ ശല്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോവാം. അതേപോലെ തന്നെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ജോഗിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മെജോറിറ്റി രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം ഒക്കെ ഇവിടെ ജോഗിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ വാക്ക് വേയിലൂടെ വരാറുണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെറിയ കനാലല്ലേ, മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബോട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റും വേറെ ബോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പയ്യാണ് നമ്മുടെ ബോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കുറേ ഏരിയയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാക്ക് വേ കൂടെ നടക്കുന്ന ആൾക്കാർ കുറേ പേര് കുടയൊക്കെ പിടിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഒരു ബോട്ട് പാസ് ചെയ്ത് പോയപ്പം അതിലിരുന്ന് കുറേ ആൾക്കാർ ബിയറും ഡ്രിങ്ക്സും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്കും ഈ മഴ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ കുടയൊക്കെ പിടിച്ചിരുന്ന് ബിയർ കുടിക്കണുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പാസ് ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പുറത്തുനിന്ന് കണ്ടാൽ ശരിക്കും ഒരു ചൈനീസ് ആർക്കിടെക്ചറിലൊക്കെ തന്നെ ഉണ്ട്. അതേപോലെ അവരുടെ ആ ഒരു റെഡ് കളർ ലാൻഡേൺസ് പോലത്തെ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചൈനീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല. പോകുന്ന വഴിക്ക് ശരിക്കും ഈ വെനീസ് ഓഫ് ലണ്ടൻ എന്ന പേര് പോലെ തന്നെ പല ഏരിയയിലും നമ്മൾ ഫോട്ടോയിലൊക്കെ വെനീസ് കാണുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക്, അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഈ ബോട്ടും ഈ ഒരു കനാലും ആ ഒരു നേച്ചറൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരു സ്പ്രിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കുറേ മരങ്ങളും നല്ല ഇലകളൊക്കെ വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലപ്പോൾ സമ്മറിൽ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു വരില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ശരിക്കും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സ്പ്രിങ് തുടങ്ങിയാൽ പോലും ഇതേപോലെ ഇലകളൊക്കെ വന്നിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇലകളൊന്നും ഇല്ലാത്ത ആ ഒരു ചെടി എന്ന് പറയുമ്പോൾ മിക്കവാറും ബ്രാഞ്ചസ് മാത്രമേ കാണുള്ളൂ. അപ്പം ഇത്രയും ഭംഗി വരണമെന്നില്ല. അപ്പം
ആ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ ശ്രദ്ധിക്കണേ. അതേപോലെ നമ്മൾ ലണ്ടൻ സൂടെ ഏരിയ പാസ് ചെയ്തായിരുന്നു കേട്ടോ. ലണ്ടൻ സൂടെ അവിടെ സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് വന്നേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലും കുറച്ച് ആനിമൽസിനൊക്കെ വേണം, ചിലപ്പോൾ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നും സ്പോട്ട് ചെയ്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നോക്കി, പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ആഫ്രിക്കൻ ഡോഗ്സ് അങ്ങനത്തെ കുറേ ആനിമൽസിനെ അവിടെ കാണുമെന്ന് പറഞ്ഞു, നമ്മൾ ഒന്നിനെയും കണ്ടില്ല. പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ജുറാസിക് പാർക്കോ അങ്ങനത്തെ സിനിമയൊക്കെയാണ് ഓർമ്മ വന്നത്. അതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്, ബേർഡ്സിനെയൊക്കെ വെച്ചിട്ട്. അതും നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷ്വലും ആ ഒരു മൂവിയിൽ ആ ഒരു സീനൊക്കെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കുകയാണ്, മഴയുണ്ട്. അപ്പൊ നമ്മൾ ബോട്ട് വാങ്ങേണ്ട സ്ഥലം എത്തിട്ടോ. ഇത് ഏതാന്ന് മനസ്സിലായോ? കാംഡൻ മാർക്കറ്റ്. അപ്പൊ നമുക്ക് കാംഡൻ മാർക്കറ്റിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണാട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ see you, take care, bye.